മദ്യനയത്തിലെ ഇളവിന് സർക്കാർ കോഴയെന്ന ആരോപണം നിഷേധിച്ച് ബാറുടമ അനിമോന്റെ മൊഴി. കെട്ടിടം വാങ്ങാനുള്ള ഫണ്ട് പിരിക്കാൻ അസോസിയേഷൻ പ്രസിഡന്റ് സമ്മർദ്ദം ചെലുത്തിയെന്ന് അനിമോൻ ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകി. സംസ്ഥാന പ്രസിഡന്റ് വിമർശിച്ചതിന്റെ ദേഷ്യത്തിലാണ് ശബ്ദ സന്ദേശം അയച്ചതെന്നും അനിമോന്റെ മൊഴി. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തർ ചേരുകയാണ്. ഷഫീദ്, നമ്മളൊക്കെ കേട്ട ആ ശബ്ദ സന്ദേശത്തിൽ എവിടെയും ഈ കെട്ടിട നിർമ്മാണ ഫണ്ട് എന്നൊരു പരാമർശമില്ല. അതിലെ പരാമർശം ഈ പറയുന്ന പുതിയ മദ്യനയവുമായി ബന്ധപ്പെട്ടാണ്. പക്ഷേ ഇപ്പോൾ മൊഴി നൽകുമ്പോൾ ഇക്കാര്യം നിഷേധിച്ചിരിക്കുകയാണല്ലോ അനിമോൻ. ക്രിസ്ത്യന, അതുതന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും ഒരു കാര്യമെന്ന് പറയുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. അതായത് ഇന്ന് രാവിലെയാണ് തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച്, അതായത് അന്വേഷണ ചുമതലയുള്ള പ്രാഥമിക അന്വേഷണം നടത്തുന്ന ക്രൈംബ്രാഞ്ച് അനിമോന്റെ മൊഴി രേഖപ്പെടുത്തുന്നത്. ഈ മൊഴി എടുക്കുന്ന ഘട്ടത്തിൽ കോഴ ആരോപണം നിഷേധിക്കുകയാണ് അനിമോൻ. മദ്യനയത്തിലെ ഇളവിന് സർക്കാരിന് കോഴയെന്ന ആരോപണം അത് താൻ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം ഒരു ഘട്ടത്തിൽ പറഞ്ഞത്. എന്തുകൊണ്ടാണ് കോഴയെന്ന് പറഞ്ഞതെന്ന് ഓർമ്മയില്ലെന്ന് പിന്നീട് അത് മൊഴിയിൽ തിരുത്തി പറയുകയും ചെയ്തു. കെട്ടിടം വാങ്ങാനുള്ള ഫണ്ട് പിരിക്കാൻ അസോസിയേഷൻ പ്രസിഡന്റ് സമ്മർദ്ദം ചെലുത്തി. സംസ്ഥാന പ്രസിഡന്റ് വിമർശിച്ചതിന്റെ ദേഷ്യത്തിലാണ് ശബ്ദ സന്ദേശം അയച്ചതെന്നും അതിൽ കൂടുതൽ മറ്റൊരു കാര്യവും ഇതിന് പിന്നിലില്ല എന്നും ഇപ്പോൾ അനിമോൻ ക്രൈംബ്രാഞ്ചിന് നൽകിയ മൊഴിയിൽ പറയുന്നുണ്ട്. ഈ അനിമോന്റെ ശബ്ദ സന്ദേശത്തിന് പിന്നാലെയായിരുന്നു പുതിയ ബാർകോഴ ആരോപണം ഉയരുന്നത്. അതിനുശേഷം പിന്നീട് ഈ നിലപാട് മാറ്റി. അതായത് ഈ കെട്ടിടപ്പിരിവ് തന്നെയാണെന്നും മാത്രവുമല്ല ഇതുമായി ബന്ധപ്പെട്ട സംഘടനയുടെ എക്സിക്യൂട്ടീവ് മീറ്റിംഗിന് ശേഷം ഉണ്ടായ സംഭവങ്ങളുടെ ചില പെട്ടെന്നുണ്ടായ മാനസികാവസ്ഥകളുടെയും പശ്ചാത്തലത്തിലാണ് അങ്ങനെ ഒരു തീരുമാനമെടുത്തത് എന്നുള്ളതായിരുന്നു അനിമോന്റെ വാദം. ഏതായാലും ഇപ്പോൾ ഈ കോഴ ആരോപണം അനിമോൻ നിഷേധിച്ചിട്ടുണ്ട്. ക്രിസ്ത്യന, ശരി. തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത് ഷഫീദ് റാവുത്തറാണ്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.